നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് വട ഉണ്ടാക്കിയാലോ? ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഓണസദ്യയുടെ അറ്റത്ത് കുട്ടി കുട്ടി വടകൾ വയ്ക്കുന്നത് നല്ലതല്ലേ? വടക്കറി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് വട തന്നെ വെക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പച്ച ഗ്രീൻ പീസാണ് വാങ്ങിയത്, പക്ഷേ ഇത് മഞ്ഞയായി, വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഈ കളറായി. അപ്പം ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അതിനാവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് ആവശ്യത്തിന്, ഒരു 8-10 ചെറിയുള്ളി, 1/2 സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില. നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കണം. ഗ്രീൻ പീസ് ഒന്ന് അരച്ചെടുക്കുമ്പം ഒന്ന് കറക്കിയെടുക്കുമ്പം ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് ചായച്ച് ഒതുക്കിയെടുത്തോണ്ട് വരാം. നമ്മുടെ ഗ്രീൻ പീസും ഉപ്പ് ചേർത്ത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഞാനിങ്ങനെ ഒന്ന് ചായച്ചെടുത്തതിനെന്നറിയോ, അല്ലെങ്കിൽ പിള്ളേരൊക്കെ കഴിക്കുമ്പം പച്ചമുളകൊക്കെ കടി കിട്ടും, പിന്നെ എരിവൊക്കെ ആയിട്ട് അതുങ്ങൾ കഴിക്കാതിരിക്കും. ഇങ്ങനെ ഒന്ന് ഇടുവാണെങ്കിൽ അവർക്ക് അറിയത്തില്ല, അങ്ങനെ കഴിച്ചോളും. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാവേ. ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഉപ്പൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ചെറിയ വടകളാക്കണം. കുട്ടി വടകളായതുകൊണ്ട് കുറച്ച് മാവെടുത്താൽ മതി കേട്ടോ. എന്നിട്ടങ്ങ് പരത്തണം. നമുക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുട്ടി കുട്ടി വടകൾ ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മുടെ വടയൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇടാവേ. നമ്മുടെ ഗ്രീൻ പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ കുട്ടി കുട്ടി ഗ്രീൻ പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഇങ്ങനെ ഓരോ കുഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ അതവിടെ മറ്റ് സാധനങ്ങളുടെ കൂടെ ഇതും കൂടെ കൊടുത്താൽ നല്ല രസമായിരിക്കും. ഇതാ നല്ല ടേസ്റ്റാണ് ഉണ്ടോ. ശരിക്കും ഇതിൻ്റെ ഉള്ളില്ലേ പച്ച കളറ് വരേണ്ടതാ, ഗ്രീൻ പീസ് മഞ്ഞയായിപ്പോയി. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.